ഹലോ ഗൈസ്. അപ്പോൾ ലാലേട്ടിൻ്റെ പ്രൊമോയെക്കുറിച്ച് ഞാൻ ഒന്നും പറയാതെ പോയത്, പ്രൊമോയിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയില്ല, പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്നാണല്ലോ. അപ്പോൾ പ്രൊമോയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പല യൂട്യൂബർമാരും വീഡിയോസ് ഇടുന്നുണ്ട്. അനീഷ് ഫേക്കാണ്, അനീഷ് കള്ളനാണ്, അനീഷ് മറ്റേതാണ്, അനീഷ് മറിച്ചേതാണെന്ന്. ഈ പ്രൊമോയിൽ പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്? അപ്പോൾ അനീഷിന് PR ഉണ്ടെന്നാണോ പറയുന്നത്? അതോ അനീഷ് കോമണർ അല്ലെന്നാണോ പറയുന്നത്? ഇത് രണ്ടും ആയിരുന്നല്ലോ ഇവിടുത്തെ ചോദ്യം. അനീഷ് കോമണർ ആണോ അല്ലയോ? അനീഷ് കോമണർ അല്ല എന്നുള്ളതാണ് സാബു അണ്ണനും അതുപോലെ തന്നെ പുറത്തുള്ള യൂട്യൂബർമാരും ഒരു പ്രശസ്ത യൂട്യൂബറും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, പല യൂട്യൂബർമാരും. അപ്പോൾ അതാണോ ഇവിടെ ലാലേട്ടൻ പറഞ്ഞ് അനീഷിനെ പൊരിക്കുന്നത്, അല്ല അനീഷിനെ വറുക്കുന്നത്? അയാൾ ജയിലിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ 3 ദിവസം ലക്ഷ്മിയോട് പറഞ്ഞ ഒരു വാക്കെടുത്ത് വെച്ചിട്ടാണ് ലാലേട്ടൻ ഈ സംസാരിക്കുന്നത്. 3 ദിവസം മുമ്പാണ് എനിക്ക് അറിയിപ്പ് കിട്ടിയത്. ചിലപ്പോൾ 3 ദിവസം ആയിരിക്കത്തില്ല, ചിലപ്പോൾ 10 ദിവസം മുമ്പ് അറിയിപ്പ് കിട്ടായിരിക്കും, ചിലപ്പോൾ ഫൈനൽ അറിയിപ്പ് 3 ദിവസമായിരിക്കും. അതൊക്കെ നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ അറിയാൻ പറ്റൂ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അയാൾ 3 ദിവസം മുമ്പ്, 1 മാസം മുമ്പ് അയാൾ അറിയിച്ചോട്ടെ. അയാൾ PR വർക്ക് ചെയ്യുന്നുണ്ടോ? അയാൾ ഇങ്ങനെ PR വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ കൊണ്ടുവരണം. അയാൾ PR വർക്കിന് പൈസ കൊടുത്തിട്ടുണ്ട്, എഗ്രിമെൻറ്റ് ഇവിടെ കാണിച്ചു തരണം. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് അയ്യോ ലാലേട്ടന് അങ്ങനെ ഒരു പ്രൊമോ ഇട്ടപ്പോഴത്തെ കണ്ടില്ലേ അയാൾ ഫേക്കാണ്, അയാൾ റിയൽ അല്ല, അയാൾ മറ്റേതാണ്, അനീഷ് കള്ളനാണ്, അയാൾ അനീഷിനെ പൊളിച്ചടക്കി. എന്തോന്നടേ ആദ്യം ഇതൊരു എപ്പിസോഡൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഇട്. ഒരു മര്യാദ വേണ്ടേ? ഒരാളിനെ അങ്ങ് ഒരു മനുഷ്യനെ മോശക്കാരനാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു പ്രൊമോയിൽ കണ്ട അനുസരിച്ച് അങ്ങ് വീഡിയോ എടുത്തു വെച്ച് കയറ്റുമ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ജനങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് അയാളങ്ങ് ഫേക്ക് ആക്കാതെ, അയാളൊരു ഗെയിം കളിക്കാനല്ലേ വന്നത്. ചിലപ്പോൾ അത് അയാളുടെ ഗെയിം ആയിരിക്കും. അയാളിപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് അങ്ങ് തെറ്റാവുന്നത് എങ്ങനെയാണ്? അയാൾ ജീവിക്കുന്നു എന്ന് അയാൾ പറയും, ഇവരെന്തിനാണ് അത് അന്വേഷിക്കാൻ പോണത്? അയാൾ ചിലപ്പോൾ ജീവിക്കുവാനകത്ത്, ചിലപ്പോൾ അയാൾ ഗെയിം കളിക്കുക. അയാളുടെ ഗെയിം സത്യസന്ധമായിട്ട് അയാൾ ഗെയിം കളിക്കുന്ന ആരെങ്കിലും അയാൾ തെറി വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അയാൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അയാൾ ഒരാൾ പറയുന്ന കുറ്റം വേറൊരാളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്നെ അയാൾ നിങ്ങൾ PR എന്ന് വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് അയാൾ കാശ് തന്നതിൻ്റെ, അയാളുമായിട്ട് ഞാനൊരു ബന്ധമുള്ളതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് കാണിക്കാമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാം. അങ്ങനെ ഓരോ ആൾക്കാരും ആർക്കെങ്കിലും അയാളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ, എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ PR വർക്ക് ചെയ്യൂ എന്നും പറഞ്ഞ് ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഡയറക്റ്റ് കാണിയിരട്ടെ. നിങ്ങൾ PR ഉണ്ടെന്ന് വെറുതെ വായിത്തോന്ന് വിവരക്കേട് വിളിച്ചു പറയാതെ ആരെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരൂ. ഞങ്ങൾ അവരുടെ PR ഏറ്റെടുത്തവരാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇവർ PR കൊടുത്തിട്ടുണ്ട്, അതായത് അതിൻ്റെ തെളിവാണിതെന്ന് പറഞ്ഞ് തെളിവ് ഡോക്യുമെൻ്റ്, ആ ഒരു എവിഡൻസ് കാണിരുമോ? ആ എവിഡൻസ് ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കും. പിന്നെ ലാലേട്ടനൊരു പ്രൊമോയിൽ പറഞ്ഞത് എന്താണ്? 3 ദിവസം മുമ്പാണ് ബിഗ് ബോസ്. നിങ്ങൾക്ക് PR-നെ കുറിച്ച് ഒരു അറിവുമില്ലേ? 5 വർഷം പോയി പഠിച്ചിട്ട് വന്ന ആളില്ലേ? എന്നിട്ട് 5 വർഷം പഠിച്ചത് അവരുടെ അമ്മയും അച്ഛനും അനിയനും ഇരുന്ന് പറയണം. 5 വർഷം ഒരാൾ ലീവ് എടുത്ത അയാളൊരു ബുക്ക് എഴുതുന്നു. ഇപ്പം ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവിലാണ്, LLB സ്റ്റുഡൻസിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവിലാണ് ഒരു ബുക്ക് എഴുതുന്നുണ്ട്. ഞാനതാണ് 1 വർഷത്തിന് മേളിലായി അത് എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് കുറേശ്ശെ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം നോട്ട്സ് എടുത്ത് അതെനിക്ക് കേസുകൾ, നമ്മൾ ഒരുപാട് കേസ് സ്റ്റഡീസ് പഠിച്ച് അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ബുക്ക് എഴുതുന്നത്. അപ്പോൾ ഒരു നോവൽ, ഒരു ബുക്കൊക്കെ എഴുതണമെങ്കിൽ ഒരുപാട് നാൾ വേണമല്ലോ. 5 വർഷമായിട്ട് ലീവ് എടുത്തുള്ള ഒരു ബുക്ക് എഴുതി തീർത്തു. അതുപോലെ അയാൾ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ 5 വർഷമായിട്ട് ബിഗ് ബോസിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്നത് PR കൊടുക്കാനാണോ? PR-നെ കുറിച്ച് അറിയില്ല എന്ന് അയാൾ പറഞ്ഞില്ല. PR-നെ കുറിച്ചാണ് അയാൾ PR കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. കൊളാബറേഷനും PR-ഉം തമ്മിൽ കൊളാബറേഷൻ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള PR വർക്കല്ലേ എന്ന് ചോദിച്ചു. അല്ലാണ്ട് PR അയാൾക്ക് അറിയില്ല എന്ന് അയാൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. ആ ഒരു വീഡിയോയുടെ ക്ലിപ്പിങ്സ് നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം. അങ്ങനെ ഒരു ലൈവിൽ എവിടെയും അയാൾ PR-ഓ അതെന്താണ് എന്നൊന്നും അയാൾ ചോദിച്ചിട്ടില്ല. PR എന്ന് പറയുന്നത് അയാൾ ചെയ്തിട്ടില്ല. അയാൾ എന്തിനാണ് നിങ്ങൾ PR കൊടുത്തിട്ടുണ്ട്, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ PR കൊടുത്തിട്ടുണ്ട് എന്ന് ബിന്നി പറഞ്ഞപ്പോൾ അനിമോളും അങ്ങനെ PR കൊടുത്തിട്ടുണ്ടെന്ന് പല സ്ഥലത്തുനിന്നും മനസ്സിലാകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. എല്ലാവരും പറഞ്ഞ അനിമോളുടെ പേര്. പിന്നെ അനീഷിനെ ഷാനവാസും ഷാനവാസും ആദില നൂറയും അവരെല്ലാവരും കൂടി പറഞ്ഞ് ആക്കിയതാണ്. എന്നിട്ട് ആദില നൂറ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ശരി, ഇയാൾ ഇത്രയും ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും ശോഭം വന്നത് ചിലപ്പോൾ ഇയാൾ കൊടുത്തിട്ടുണ്ടാകാം. നമ്മൾ ചുമ്മാതെ പറഞ്ഞ ഒരു കാര്യമല്ലേ? അവർ വെറുതെ അവിടെ ഹൗസിനുള്ളിൽ പറഞ്ഞ കാര്യമാണ്. അത് പുറത്തുള്ളവർ ഏറ്റെടുത്ത് PR ആക്കി. എന്നാൽ പിന്നെ ഒരു തെളിവ് കൊണ്ടുവരൂ. അതെനിക്ക് ലാലേട്ടൻ ഒരു പ്രൊമോയിൽ പറഞ്ഞ കാര്യം 3 ദിവസം മുമ്പാണ് അറിയിപ്പ് കിട്ടിയത്. അപ്പോൾ അയാൾ പറഞ്ഞു അത്രയല്ല 12 ദിവസമായി എന്ന് പറഞ്ഞപ്പോൾ അത്രേ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവ് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മളൊരു പ്രൊമോ കണ്ടിട്ട് അതിനെ ചൊല്ലി അതിനെ മാനിപ്പുലേറ്റ് ചെയ്തൊരു വീഡിയോ ഇടുകയാണ്. കറക്റ്റ് എപ്പിസോഡിൽ എന്തുവാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മളത് മാക്സിമം പറയാതിരിക്കുക. അനീഷ് അങ്ങനെ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കള്ളത്തരം PR കൊടുത്തില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയാളെ നമ്മൾ തള്ളി പറയും. കാരണം അങ്ങനെ ഒരു PR ഏജൻസിക്ക് വർക്ക് കൊടുത്തിട്ട്
അതിൻ്റെ ഒരു തെളിവ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നമ്മൾ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും, ഉറപ്പാണ്. അല്ലാണ്ട് PR കൊടുക്കാതെ, PR എന്താണെന്ന് അറിയത്തില്ല എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ ലക്ഷ്മിയോട് ജയിലിലിരുന്ന് പറഞ്ഞ ഈ ഒരു വാക്കിനെ പിടിച്ച് ലാലേട്ടൻ ഇത് സംസാരിക്കുന്ന കേട്ടുകൊണ്ട് എന്തോ ഒരു വലിയ അപരാധം പിന്നെ അനീഷ് ചെയ്തു, അനീഷ് അങ്ങ് വളരെ മോശക്കാരനാണ് എന്ന് പറയുന്ന യൂട്യൂബറോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും വിവരം ബോധം പൊക്കണോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു പ്രൊമോ കണ്ടിട്ട് ലാലേട്ടൻ ചോദിക്കുന്ന വെച്ചുകൊണ്ട് അയാൾ PR കൊടുത്തു, അയാൾ മറ്റേതാണ് എന്നുള്ളതല്ല, അയാൾ കോമണർ അല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അയാൾ മൈജി എന്ന് വന്ന ഒരു കോമണറാണ്, മൈജി വഴി അയാളെ തിരഞ്ഞെടുത്ത അയാൾ ഒരു കോമണറാണ് അല്ല എന്ന് ലാലേട്ടൻ പറയട്ടെ. പിന്നെ ലാലേട്ടൻ തന്നെയാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അപ്പോൾ ലാലേട്ടൻ അല്ലേ കള്ളം പറയുന്നത്, അല്ലെ ബിഗ് ബോസ് അല്ലേ കള്ളം പറയുന്നത്? അയാൾ മൈജി വഴി അയാൾ വന്ന ഒരു കോമണറാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ലാലേട്ടൻ അയാളെ അകത്തേക്ക് അയച്ചത്. അതാണ് അയാൾ പറഞ്ഞത്, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു കോമണറായിട്ട് വന്നതാണ്, കുറച്ച് പേരെയും കൂടി കോമണർ ആക്കണം. അപ്പോൾ ഇതൊക്കെ പിന്നെ മറ്റുള്ളവരുടെ ഒരു അജണ്ടയാണ്. അല്ലെങ്കിലും 70 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി പലരും പല സ്ഥലത്തു നിന്നും കളിക്കും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നിൽ 70 ദിവസം അല്ലെങ്കിൽ 75-70 ദിവസത്തിനകം അയാളെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ഇവർ നോക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവർക്ക് കപ്പ് കൊടുക്കാനായിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ട്, അവർക്ക് കൊടുക്കാനായിട്ടുള്ള അജണ്ടയുള്ള പുറത്തും കുറേ ആൾക്കാരുണ്ട്, അവരാണ് ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇവരാക്കും, വൈൽഡ് കാർഡ് കയറിയതിന് ശേഷം ആ കളികളൊക്കെ മാറ്റി പല ആൾക്കാർക്കും പലതും വേണ്ടിയിട്ട് മാറി തിരിഞ്ഞ് ഒക്കെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. പിന്നെ ലാലേട്ടൻ്റെ ഈ പ്രൊമോ കണ്ടിട്ട് അയാളെ ഏതാണ്ട് മോശക്കാരനാക്കി, അയാളുടെ കള്ളമെല്ലാം പൊളിച്ചു. ലാലേട്ടൻ അനീഷിൻ്റെ കള്ളം പൊളിഞ്ഞു, അനീഷ് റിയൽ ഫേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യാപ്ഷനൊക്കെ ഇട്ട് തമ്പനയിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ മറ്റുള്ള കണ്ടസ്റ്റൻ്റ്, ഇപ്പോൾ ഞാനിമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഷാനൂക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോഴാണ് ഷാനൂക്കയുടെ ഈ കളി മോശമായ നെഗറ്റീവ് കളി ആയതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട സപ്പോർട്ടായിട്ടുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞ അന്തം ഫാൻസ് കയറിയിട്ട് കമൻ്റ് ഇടുന്ന കണ്ടുകൊണ്ട് അയ്യോ വെകിളി പൂണ്ട് ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ സംഭവമാണ് എന്ന് സ്വയം വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് മനുഷ്യന്മാരുടെ ഈ ഒരു വ്യൂവേഴ്സ് അല്ലെങ്കിൽ അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന പല ആൾക്കാരും. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ആദ്യം നമ്മൾ എപ്പിസോഡ് കണ്ടിട്ട് ഇത് ശരിയാണ്, ഇവർ പറയുന്നതൊക്കെ കറക്റ്റാണ്, അനീഷ് കള്ളത്തരമാണ് പറഞ്ഞത്, അനീഷിന് പിന്നെ PR വർക്കുണ്ട് അല്ലെങ്കിൽ PR ഏജൻസി ഏൽപ്പിച്ചിട്ടാണ് അനീഷ് പോയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഇന്ന് എപ്പിസോഡ് കഴിയുന്നത് തൊട്ട് ഞാൻ വലിച്ചു കീറി തുടങ്ങും. കാരണം നമുക്ക് അങ്ങ് പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതുവരെ ഈ വലിച്ചു കീറാൻ വരുന്നവരൊന്ന് ആലോചിക്കുക, ഈ പ്രൊമോ കണ്ടിട്ട് വലിച്ചു കീറാൻ വരരുത്. എന്താണ് ലാലേട്ടൻ ചോദിക്കുന്നത്? ലാലേട്ടന് ഒരാവശ്യമില്ലാത്തൊരു കാര്യം ജയിലിൽ വെച്ച് ലക്ഷ്മിയോട് 3 ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അത് അത്രയും ദിവസം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, പ്രിപ്പറേഷൻ ചെയ്യാനോ ഒന്നും ഒരുപാട് സമയം കിട്ടിയില്ല. എനിക്ക് തുണി വാങ്ങിച്ചത് ഞാനൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് തുണി വാങ്ങിക്കാനായിട്ട് കാശ് അവൻ അയച്ചു തന്നതാണ് എന്നൊക്കെ പറഞ്ഞത്. ആദ്യം വാങ്ങിച്ചു, അത് 3 ദിവസം മുമ്പാണ് ഫൈനൽ, എനിക്ക് തോന്നുന്നു ഫൈനൽ